ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ദീപാവലിയുടെ സമയമൊക്കെ അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്വീറ്റാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ വീട്ടിലും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് റവ കൊണ്ടുള്ള ലഡു. പക്ഷേ അതെങ്ങനെ സോഫ്റ്റായിട്ടും ജ്യൂസി ആയിട്ടും തയ്യാറാക്കാം എന്നുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. റവ കൊണ്ടുള്ള ലഡു തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി തുടങ്ങിയതിന് ശേഷം കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. കാഷ്യൂനട്ടിൻ്റെ കളർ കുറച്ച് ചേഞ്ചായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. വറുത്ത കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാര പൊടിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി 4 ഏലക്ക ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഒരുമിച്ചിട്ട് പൊടിച്ചെടുക്കുക. കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും വറുത്തെടുത്ത ആ സെയിം പാത്രത്തിലേക്ക് തന്നെ 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുക. ഇനി തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കുക. ഈ റവ വറുക്കുന്ന സമയത്ത് അതിൻ്റെ കളർ മാറാൻ പാടില്ല. നന്നായിട്ടൊന്ന് എല്ലാം ഈവണായിട്ട് ചൂടായി വരണം എന്നുള്ളതാണ്. മൂന്ന് മിനിറ്റോളം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ റവ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാച്ചി ചൂടാറിയ പാലായാലും കുഴപ്പമില്ല. ഞാനിവിടെ ചെറു ചൂടോട് കൂടിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ചെറിയ ചൂടോടുള്ള പാല് നമ്മൾ കാച്ചി തണുപ്പിച്ചതായിരിക്കണം. അത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് ചേർക്കുമ്പോൾ കട്ട പിടിക്കുമെന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ നമ്മൾ ഈ പുട്ടിനൊക്കെ നമ്മൾ വിരവി എടുക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇട്ടോളൂ. സോ കട്ട പിടിക്കുമെന്നുള്ളതിൽ പേടി വേണ്ട. അങ്ങനെ പാലൊഴിച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വേണം അത് ഇളക്കി കൊടുക്കാനായിട്ട്. ഒരുപാട് പാലായി പോയാലും ആ ടേസ്റ്റ് കിട്ടത്തില്ല. ആ ലഡുവിൻ്റെ കൺസിസ്റ്റൻസി മിസ്സാവും. ഈ ഒരു പാകത്തിനായതിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് പൊടിച്ച പഞ്ചസാര
1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഏത് കപ്പിലാണോ നമ്മൾ റവ അളന്നെടുക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ പഞ്ചസാര പൊടിച്ചതെടുക്കാൻ ശ്രദ്ധിക്കുക. പഞ്ചസാര പൊടിച്ച് വേണം എടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുന്ന പോലെ തോന്നും. അത് കഴിക്കാനുള്ള ഒരു മൂഡ് തന്നെ സ്പോയിലാക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന കാഷ്യൂസും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് ഞെരടിയെടുക്കുക. ഇങ്ങനെ കൈ കൊണ്ട് ഞെരടി കൊടുക്കുമ്പോഴേക്കും പഞ്ചസാര അലിഞ്ഞു തുടങ്ങും. ഈ നെയ്യും പഞ്ചസാരയും ഒക്കെ അലിഞ്ഞു ചേരുമ്പോഴേക്കും അതിൻ്റെ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് എപ്പോഴും ആ ലഡുവിനുണ്ടാവും. അങ്ങനെ ലഡു എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും. നമ്മുടെ ഈ ചാനലിൽ തന്നെ മാലഡു തയ്യാറാക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ പഴയ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. இன்னும் ஒண்ணுப்பா போதுமா? ரவா லட்டுனா உனக்கு ரொம்ப பிடிக்குமே, சாப்பிடு. മാവ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞെരടി എടുത്തതിന് ശേഷം നമുക്കിനി ഓരോ ലഡുവായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് റവ ഇങ്ങനെ നമ്മുടെ കയ്യിലെടുക്കുക. എടുത്തതിന് ശേഷം ഇതുപോലെ ഉരുളകളായിട്ട് ഉരുട്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനാവുകയും ചെയ്യും, നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്യും ലഡു. ഇതുപോലെ നല്ല അടിപൊളി ലഡുവായിട്ട് കിട്ടും. കണ്ടോ, ഇതിൽ ക്രാക്കൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ലഡുവാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ്, എത്ര ജ്യൂസിയാണ് എന്നുള്ളത്.
കണ്ടോ, അത് കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് തൊട്ടപ്പോൾ തന്നെ അങ്ങ് ഇളവി വന്നു. അത്ര സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. ഈ ദീപാവലി സമയത്ത് സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ റവ കൊണ്ടുള്ള ലഡു നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.